ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റിജയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റിജ, യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സാകുന്നു. ഞാനൊരു പഠിപ്പിസ്റ്റായിരുന്നു മാഡം. പഠനം കഴിഞ്ഞ് PSCയും മറ്റ് മത്സര പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന വന്നത്. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞു. പക്ഷേ ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. നല്ലൊരു സുന്ദരി കുട്ടപ്പൻ. പിന്നെ അയാളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി, ഇത്രയും സൗന്ദര്യമുള്ളവനെ നിനക്കൊരു 3-4 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പം തന്നെ അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടല്ലോ, അത് നിൻ്റെ ഭാഗ്യമാണ്. ഇത്രയും സൗന്ദര്യമുള്ളൊരു പുരുഷനെ ഭർത്താവായി കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കാര്യമാണോ? ഞാൻ വലുതുമായിരുന്നെങ്കിൽ അവനെ ഉടനെ തന്നെ കല്യാണം കഴിച്ച് അവനെ എൻ്റെ മുറിക്കകത്തുനിന്ന് പുറത്തിറക്കില്ല എന്നൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും പുറത്തു. ശരിയാ, നല്ല സൗന്ദര്യം. ഇനി ഇങ്ങനെ എഴുത്താൻ വരുമോ? അയാൾക്കാണെങ്കിൽ എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സമ്മതം. പ്രശ്നമൊന്നുമില്ല, വിവാഹം കഴിഞ്ഞ് പഠിച്ചു, കുട്ടികളൊന്നും ഇപ്പോഴെങ്ങും വേണ്ട, 3-4 വർഷം കഴിഞ്ഞിട്ട് മതി, 28-30 വയസ്സാകുമ്പോൾ മതി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെയാണ് മാഡം എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഭർത്താവിന് റെപ്യൂട്ടഡായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ ജോലിയുണ്ട്. വലിയ വലിയ ആളുകളെ ദിവസവും ഡീൽ ചെയ്യുന്ന ആളാണ്. അതിൻ്റെതായ രീതിയിലുള്ള സൗന്ദര്യവും മെയിൻ്റനൻസും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ ഉണ്ട്. ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഭർത്താവ് ഒരു സകല കലാവല്ലഭനാണ്. എന്നോട് നല്ല താല്പര്യമുണ്ട്, നല്ല ടൈമിങ്ങും. ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അഴകും ആരോഗ്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ വേസ്റ്റ് ചെയ്യാതെ അയാളുടെ കൂടെയുള്ള ജീവിതം തുടങ്ങിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാര്യം ദിനം ദിനം പുതിയ പുതിയ അർത്ഥങ്ങളാണല്ലോ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് അലിഞ്ഞലിഞ്ഞിടപഴകാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പരസ്പരം നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഭർത്താവ് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഓർത്തു, ഇത്രയും സുന്ദരനായ ഒരു പുരുഷന് അങ്ങോട്ട് അയാൾ പറയുന്നതൊക്കെ ഒന്ന് ശ്രമിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്കതൊക്കെ ഇങ്ങ് മാറിക്കിട്ടി. അത്രയ്ക്കും അഴകുള്ള ഭർത്താവിനോട് എനിക്ക് ആരാധനയെ മനസ്സിലുണ്ടായിരുന്നു. ഇനി ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയുണ്ട്. അച്ഛന് തീരെ വയ്യ, അമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും അവരുടേതായ ലോകത്താണ്. പകൽ സമയത്ത് മാത്രം വരുന്ന ഒരു ഹോം നേഴ്സുണ്ട് അവരെ രണ്ടുപേരെ നോക്കാൻ വേണ്ടിയിട്ട്. വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ കൂടിയും അവർ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ എല്ലാം നോക്കിക്കോളും. പക്ഷേ ഭക്ഷണം അവിടെ നല്ല രീതിയിൽ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധമാണ്. എൻ്റെ ഹസ്ബൻഡ് രാവിലെ പോകുമ്പോൾ ഒരു 3 കൂട്ടം ബ്രേക്ക്ഫാസ്റ്റെങ്കിലും വേണം. എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറി പരിചയമൊന്നുമില്ല, പേടിച്ചാണ് അവിടെ ചെന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഒരു 38 വയസ്സ് കാണും. രാഖി എന്നാണ് പേര്. അവരുടെ ഒരകന്ന ബന്ധമാണത്രേ. കുട്ടികളുണ്ട്. ഭർത്താവുമായിട്ട് ഇഷ്ടമില്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ ചേച്ചി ഇപ്പോൾ 7 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത്. എന്തായാലും രാഖി ചേച്ചിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. നമുക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് പോയിരിക്കുക, കഴിക്കുക, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി മാനേജ് ചെയ്തോളും. എൻ്റെ ഭർത്താവിനോട് ഭയങ്കര കാര്യമാണ്. എന്തൊക്കെ വേണമെന്ന് തലേദിവസം ചോദിക്കും, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അതാണ് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത്. അത്രയ്ക്കും കാര്യമാണ്. അവിടുത്തെ അച്ഛനോടും അമ്മയോടും ഒക്കെ അവർക്ക് വലിയ ബഹുമാനവും സ്നേഹമാണ്. പക്ഷേ ചെന്നപ്പോൾ മുതലേ അവരെന്നോട് വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 1-2 വാക്കുകളിൽ ഉത്തരവൊതുക്കും. പക്ഷേ എൻ്റെ ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടുമൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. എന്നോടവർക്ക് അകൽച്ചയാണ്. ഞാൻ വന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത പോലെയാണ്. ഞാനാണെങ്കിൽ കുറച്ച് വായടയൊക്കെയാണ്, എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പുള്ളിക്കാരോട് അടുക്കാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരി ഒഴിഞ്ഞു മാറുകയാണ്. ദേഷ്യമൊന്നുമില്ല, എന്നാലും എന്നോട് അടുക്കുന്നില്ല. ഒരു ദിവസം ഹസ്ബൻഡിനോട് ഞാനിത് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പുള്ളിക്കാരി വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളോട് ഇത്ര ക്ലോസ് ആയത്. നേരത്തെ ആണെങ്കിൽ പാചകം ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കും, അത്രയേ ഉള്ളൂ. നിന്നോടും അടുക്കുവെടി, കുറേ നാളെടുക്കും, ഒരു പ്രത്യേക ടൈപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് പറഞ്ഞതുപോലെയാണ് അവരുടെ സ്വഭാവം എനിക്ക് തോന്നുന്നില്ല. കുണുക്കവും ആട്ടവും കുഴച്ചിലുമൊക്കെ ഇത്തിരി കൂടുതലാണ് ഭർത്താവിൻ്റെ അടുത്ത്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. സംശയമാണല്ലോ പെണ്ണുങ്ങളുടെ പ്രശ്നം. അപ്പോഴേക്കും ഒരു കൂട്ടുകാരെ വിളിച്ച് അത് ചർച്ച ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ അവൾ പെണ്ണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. അവളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. എന്നാലും കവടി നിരത്തി പറഞ്ഞ പോലെ പല കാര്യങ്ങൾ അവൾ പറയും.
കേൾക്കുമ്പോൾ ലോജിക്കുണ്ടെന്ന് തോന്നും. അതുകൊണ്ട് അവളെയാണ് ഞാൻ വിളിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവളുടെ ഒരു ഉപദേശം എനിക്കുണ്ട്. പിന്നെ ആണുങ്ങളുടെ കൂടെയൊക്കെ അവൾ ഇഷ്ടം പോലെ ചുറ്റിക്കറങ്ങിയതാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ മാത്രമേ കണ്ടുള്ളൂ. അവൾ അങ്ങനെയല്ല. ഭൂലോകത്തിലുള്ള ഒരു 500 ആണുങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഒരു ടൈപ്പാണ്. എങ്കിലും എന്നോട് നല്ല സ്നേഹമാണ്. അതുകൊണ്ടാണ് എനിക്ക് അവളോടൊരു ഇഷ്ടം. ഞാനിത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, 38 വയസ്സുള്ള കാണാൻ തരക്കേടില്ലാത്ത മദാലസിയായൊരു ചേച്ചി നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളും അവൾ അങ്ങ് ഏറ്റെടുത്ത് നിൽക്കുന്നു. അവളാണ് വീട്ടിൻ്റെ നായിക. നിനക്കവിടെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ലോ. സാധാരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ട് ബില്ലോ അടുക്കളയോ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? ചെന്ന് കയറുന്ന പെണ്ണാണ്. പക്ഷേ നീ അവിടെ ആരാ? വെറും ഒരു അതിഥി പോലെയാണ്. അവരാണ് അവിടുത്തെ എല്ലാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മരുമോള് അവളാണെന്ന്. ഞാൻ പറഞ്ഞു, നീ എന്താ പറയുന്നത്? അങ്ങനെയല്ല, അവരവിടുത്തെ ജോലിക്കാരിയാണ്. ജോലിക്കാരിയാണെങ്കിൽ ഫലത്തിൽ അങ്ങനെയല്ലല്ലോ. നിന്റെ ഭർത്താവിനോട് കൊഞ്ചുന്നു, കുഴയുന്നു, സ്നേഹം ഊട്ടുന്നു, എന്തൊക്കെ വേണമെന്ന് ചോദിക്കുന്നു. നിന്നോടൊരു ദിവസമെങ്കിലും എന്താ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം, അച്ഛനോടും അമ്മയോടും ഒക്കെ ഭയങ്കര കാര്യവുമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഭർത്താവ് ഒരു സൂപ്പർ സുന്ദരനാണ്. അവർ ഭർത്താവുമായിട്ട് പിണങ്ങി കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ നിന്റെ ഭർത്താവിന് എത്ര വയസ്സ് കാണും? 20, 21, പോട്ടെ 18 വല്ലതും ആണെങ്കിൽ ആ സമയത്ത് ഇത്രയും നല്ല ഒരാൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നു. കൊച്ചു ചെറുപ്പക്കാരൻ, അത്രയും സുന്ദരനായ ഒരു ചെക്കൻ വെറുതെ ഇങ്ങനെ നടക്കുന്നു. ആ സമയത്ത് ചേച്ചി ഒന്ന് ട്രൈ ചെയ്യാതിരിക്കുമോ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കാണും. അന്തപുരത്തിലേക്ക് വലിഞ്ഞങ്ങ് കയറി കാണും. പിന്നെ ചേച്ചി സ്വന്തം അന്നം തരുന്ന വീട്ടിലെ കൊച്ചു മുതലാളിയല്ലേ. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യും? മുട്ടുകുത്തി ചേച്ചി അങ്ങ് മുട്ടിപ്പായി നല്ല രീതിയിൽ അവനെ ആരാധിച്ച് കാണും. അപ്പോൾ അവൻ ചേച്ചിക്ക് അടിമയായിട്ട് വളർന്നു കാണും. പിന്നീട് ചേച്ചി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് കൈയടക്കി. തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അവിടുത്തെ വേലക്കാരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിന്റെ ഭർത്താവുമായിട്ട് അവർക്ക് നല്ല ഡിങ്കോലാഫി കാണും. അയാൾ എല്ലാ തന്ത്രവിദ്യകളും പഠിച്ചെടുത്തത് ചേച്ചിയിൽ നിന്നാകും. നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവിന് നല്ല ആവേശമാണ്, എല്ലാം കറക്റ്റാണെന്ന്. അപ്പോൾ ചേച്ചി എക്സ്പീരിയൻസോടുകൂടി ആ വീട്ടിൽ വന്ന് കയറി വളരെ ചെറുപ്പത്തിലെ തന്നെ സൗന്ദര്യമുള്ള നിന്റെ ഭർത്താവിനെ ഒന്ന് പഠിപ്പിച്ചെടുത്തു. നിന്റെ ഭർത്താവിന് അവൾ എന്നും പ്രിയപ്പെട്ടവളാണ്. പിന്നെ കല്യാണം എന്തായാലും ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ലോ. അപ്പോൾ അയാൾക്ക് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ വേണം. അങ്ങനെ നിന്നെ കല്യാണം കഴിച്ചു. ഇതാണ് മോളെ അതിൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്രയും നാൾ ചേച്ചി എന്നും ദോശ ചുടാനുള്ള മാവ് നന്നായി രാത്രി ആട്ടി ആട്ടി അരച്ചെടുക്കുമായിരുന്നു. നീ വന്നു കഴിഞ്ഞതോടുകൂടി ആട്ടലുമില്ല, അരക്കലുമില്ല, ഉളക്കട മൂടുമില്ല. നഷ്ടപ്പെട്ട ചേച്ചി നിന്നെ ശത്രുവായിട്ട് കരുതില്ലേ? വർഷങ്ങളായി ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയൊരു കാര്യം പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കുമോ? ആക്ച്വലി ചേച്ചിയുടെ ഭർത്താവിനെയാണ് നീ തട്ടിയെടുത്തത്. അതുകൊണ്ട് ചേച്ചിക്ക് നീ ഒരു ശത്രുവാണ്. പിന്നെ അവർ മിണ്ടാതിരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇങ്ങനെയുള്ള കഥകളൊക്കെ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നതോടുകൂടി ചേച്ചിയുടെ എല്ലാ ആശകളും സ്റ്റോപ്പായി. അതുമാത്രമല്ല, ഇപ്പോൾ ചേച്ചി വേഴാമ്പലിനെ പോലെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്, മഴ പെയ്യുന്നതും കാത്ത്. പക്ഷേ മഴ പെയ്യാൻ സാഹചര്യമില്ലല്ലോ. ചേച്ചിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് മോളെ. ഒന്ന് പോടി, വെറുതെ പൈങ്കിളി കഥ പറയാതെ. അപ്പോൾ അവൾ പറഞ്ഞു, പൈങ്കിളിയാണെങ്കിലും അല്ലെങ്കിലും നീ പറയുന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതാണ് അവിടെ സംഭവിക്കാൻ സാധ്യത. അല്ലെങ്കിൽ അവരെന്തിനാണ് നിന്നോട് മാത്രം അകൽച്ച കാണിക്കുന്നത്? ശരിക്കും ആ വീട്ടിലൊരു അംഗത്തെ പോലെയാണെങ്കിൽ നിന്നോട് സ്നേഹം കൂടുകയല്ലേ ചെയ്യേണ്ടത്? ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു മർമ്മമുണ്ട് മോളെ. നീ ശ്രദ്ധിച്ചാൽ മതി. നിന്റെ ഭർത്താവിനെ അവളെയും കൂടി ഇടയ്ക്ക് നീ ശ്രദ്ധിക്കണം. കണ്ണും കണ്ണും നോക്കി അവർ കഥകൾ കൈമാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ ഫോണൊക്കെ നീ ഒന്ന് സെർച്ച് ചെയ്യണം. പിന്നെ കിട്ടുന്ന സമയത്ത് ഭർത്താവ് അടുക്കളയിൽ പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. പറയാൻ പറ്റില്ല. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ വേണമെങ്കിൽ അവൻ ചാടിപ്പോകാം. എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ലോന്ന്. നീ വെറുതെ എന്നെ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കഥകളൊന്നുമല്ല, എൻ്റെ ഊഹമാണ്. പലപ്പോഴും ഊഹങ്ങൾ ശരിയാക്കാറുണ്ട്. ഞാനിതുപോലെയുള്ള പല കഥകളും കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മോളെ. എടി, ഒരിക്കലും അങ്ങേരുടെ ബനിയനോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ പിന്നെ ജോക്കി അതുപോലുള്ള
വളരെ സ്വകാര്യമായ കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് അലക്കിപ്പിക്കരുത്. അവരതിൽ തൊടാനോ എടുക്കാനോ നീ ഒരിക്കലും അനുവദിക്കരുതും. അതെന്താടി അങ്ങനെ പറഞ്ഞത്? അവരാണ് അവിടെ എല്ലാം നനച്ചിരുന്നത്. ആ, ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ പ്രശ്നം. എടീ, അതൊക്കെ ശ്രദ്ധിക്കണം. അന്യൊരു സ്ത്രീ ഒരിക്കലും ഒന്നും തൊടാൻ പാടില്ല. ഭർത്താവിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ ഭാര്യ മാത്രം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുന്നു. പോടി, അത് വലിയ പ്രശ്നമാണോ? അപ്പോൾ അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രശ്നമാണ്. നിനക്കറിയാത്തതുകൊണ്ടാണ്. നീ തന്നെ ഇനി ഭർത്താവിൻ്റെ വസ്ത്രങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണക്കണം. അവളെക്കൊണ്ട് അത് സമ്മതിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ മിക്കവാറുമുള്ള എല്ലാ തുണികളും, പ്രത്യേകിച്ച് ജോക്കിയോ അല്ലെങ്കിൽ ബെനിനോ ഒക്കെ ആണെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കഴുകി ഉണക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്ത് അടയിൽ തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ചേച്ചി ഓടിപ്പാഞ്ഞു വന്നു. മോളെന്തിനാണ് ഇതൊക്കെ അലക്കി വിരിക്കുന്നത്? ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ്റെയും എൻ്റെയും വളരെ സ്വകാര്യമായ വസ്ത്രങ്ങളും വളരെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അലക്കിയിട്ടത്. ബാക്കി ബെഡ്ഷീറ്റും തലയണുറകളും ഒക്കെയുണ്ട്. അതൊക്കെ ഒന്ന് ചേച്ചി നനച്ചിട്ടാൽ മതിയെന്ന്. അപ്പോൾ ചേച്ചി അടുത്ത് വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സിലൊക്കെ നോക്കിയിട്ട്, ഓ മോളെ, ഇവിടെ ഇങ്ങനെയല്ല തുണി നനയ്ക്കുന്നത്. വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് പിന്നെയും പച്ചവെള്ളത്തിൽ 2 വട്ടം നന്നായിട്ട് കഴുകണം. അതാ മോൻകുട്ടന് ഇഷ്ടം. പിന്നെ വേറെ കാര്യമുണ്ട്, പാൻറ്റിനും ഷർട്ടിനുമൊക്കെ കംഫർട്ട് മുക്കാം. പക്ഷേ അതല്ലാതെ ജോക്കിക്ക് ബെന്നിനുമൊക്കെ ഇല്ലേ വേറൊരു സാധനമുണ്ട്, നല്ല സുഗന്ധമുള്ളത്. അത് സ്പെഷ്യലായിട്ട് മുൻകുട്ട വരുന്നതാണ്. അത് ആ വാശേരിയുടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് മുക്കി പ്രത്യേകമായിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് മാത്രമേ അത് നിഴലിൽ ഉണക്കിയെടുക്കാവൂ. അതൊക്കെ മോന് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞിട്ടില്ലേ നന്നായിട്ട് അത് അയൺ ചെയ്യണം. ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി. മോൻകുട്ടന് അതാണിഷ്ടം. പിന്നെ മോള് ചുമ്മാതെ ഇതൊക്കെ ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കേണ്ട. പുതുമോടിയല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അതിനല്ലേ ഞാനുള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ശരിയായിരിക്കും ചേച്ചി, പണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. കാര്യം പുള്ളി കാള കളിച്ച് നടക്കുകയാണ്. പാർട്ട്ണറൊന്നുമില്ല, ഭാര്യയില്ല, ആരുമില്ല. അമ്മയ്ക്കിട്ട് വയ്യായിരുന്നു താരം. പക്ഷെ ഇപ്പോഴങ്ങനല്ലല്ലോ. ഭാര്യയായി ഞാൻ വന്നല്ലോ. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും സ്വകാര്യമായ കാര്യങ്ങളൊക്കെ ഞാനല്ലേ ഇനി കൈകാര്യം ചെയ്യേണ്ടത്. അതിന് ഞാനല്ലേ അവകാശി. ചേച്ചി എന്തിനാണ് അത് ബുദ്ധിമുട്ടുന്നത്? അതിന് കാര്യമില്ല. പിന്നെ ചേച്ചിക്ക് അതിനൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരാൾ മറ്റൊരാളെ കൊണ്ട് അലക്കിപ്പിക്കാൻ പാടില്ല. ഭാര്യയും ഭർത്താവും പാർട്ട്നേഴ്സും ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോഴേക്കും അവരുടെ മുഖമങ്ങ് ഇരുണ്ടു. എന്നാലും ഇങ്ങനെയല്ല നനയ്ക്കേണ്ടത്, വേറെ രീതിയിലാണ്. പിന്നെ രണ്ടിനും 2 മണങ്ങളാണ് കൊടുക്കേണ്ടത്. അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കാൻ തുടങ്ങി. ചേച്ചി പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ പണ്ടത്തെ നിർബന്ധങ്ങളൊക്കെ നടക്കണമെന്നില്ലല്ലോ. ചേച്ചിയല്ലല്ലോ ഞാൻ ഭാര്യയല്ലേ. ഇപ്പോൾ ഞാനിത് ഉണക്കിയെടുത്ത് ഇടാൻ കൊടുക്കുകയാണ്. എന്താ കുഴപ്പമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. വല്ല ചൊറിച്ചിലും അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചൊറിഞ്ഞു കൊടുത്തോളാം. ഞാനിപ്പോൾ ഭാര്യയാണല്ലോ, ഭാര്യയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയുകയാണ്, ആ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയോ? എന്നോട് ഈ വീട്ടിൽ ആരും വന്ന് എതിര് പറയാറില്ലെന്ന്. ഞാൻ എതിര് പറഞ്ഞതല്ല. എൻ്റെയും ഭർത്താവിൻ്റെയും വസ്ത്രങ്ങൾ കഴുകിയിടുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനോട് ഇഷ്ടാനിഷ്ടങ്ങൾ ഇനി വിശദമായിട്ട് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തോളാം. ചേച്ചി ഇപ്പോൾ അതിന് ശ്രമിക്കേണ്ട കാര്യമില്ല. ചേച്ചിക്ക് അത്രയും ഭാരം ഒഴിഞ്ഞു കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മുഖമങ്ങ് കറുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ, ഇങ്ങനെയാണ് പല വീട്ടിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു, ഇതാണോ കുത്തിത്തിരിപ്പ്? നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ ജോക്കി കഴുകേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് പണ്ട്. ഇപ്പം ഞാനുണ്ടല്ലോ, ഞാൻ കഴുകിയിട്ടോളാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളായിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നല്ല ചിരി പോലുമില്ല. ഇപ്പോൾ ഭർത്താവിൻ്റെ ജോക്ക് കഴുകിയിട്ടപ്പോൾ ഓടി വന്ന് അതിൽ പിടിച്ച് അതിന് മണമില്ല, നിറമില്ല, ഗുണമില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു സൂക്കേടാ എന്ന് ചോദിച്ചു മാഡം. സത്യമായിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ ചുണ്ടു കൂട്ടിയിട്ട് അമ്പേ എന്ന് പറഞ്ഞിട്ട് നടന്നു പോയി മാഡം. എനിക്ക് തോന്നി ഇതിൽ മർമ്മപ്രധാനമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഭർത്താവിനോട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വഴക്കും വക്കാണും ഉണ്ടാകും. അതുമാത്രമല്ല, അദ്ദേഹം അത് സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനപ്രയാസം ഉണ്ടാകും. എന്തായാലും എൻ്റെ കൂട്ടുകാരി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പിന്നീട് അവർ ഞാനും തമ്മിൽ ഒട്ടുമേ മിണ്ടാതായി. ഒരു ദിവസം ഭർത്താവിനോട് ചോദിച്ചു, എന്താ നീ ചേച്ചിയുമായി ഒട്ടും മിണ്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, സാധാരണ പോലെ ഉള്ളല്ലോ എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന്. ഞാൻ ചോദിച്ചു, അവർ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവർ പിണക്കമാണെന്ന്? അപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. അല്ല, എനിക്കങ്ങനെ തോന്നിയെന്ന്. ഞാനപ്പോൾ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു,
സത്യം പറ, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയ കാര്യം അവർ നിങ്ങളോട് വന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഭർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് സാമാന്യ ബുദ്ധിയുള്ള പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വീട്ടിൽ നടന്ന കാര്യം. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഈ വിവാഹബന്ധത്തിൽ ഞാൻ നിൽക്കുന്നില്ല, എൻ്റെ പാട്ടിന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കള്ളക്കരച്ചിലങ്ങ് കരഞ്ഞു മാഡം. ആ സമയത്ത് ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. കുറേ ദിവസം പുള്ളി അതിനെക്കുറിച്ച് ഒന്നും പറയാതെയിരുന്നു, എന്നോട് അടുത്ത് വരാതിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കും, ഇന്നെന്താ അനക്കമില്ലാത്തത്, അടുക്കളയിലേക്ക് പോകാനാണോ ഉദ്ദേശമെന്ന്. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടില്ല. പിന്നീട് ഒരു ദിവസം ഇതിനെ ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി. ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഉള്ളത് മുഴുവനും പ്രശ്നമായി തിരികെയുള്ളൂ എന്ന് പറഞ്ഞു. അന്നാണ് ഭർത്താവ് മനസ്സ് തുറന്നത്. ഭർത്താവിന് 20 വയസ്സുള്ളപ്പോഴാണ് അവർ ഈ വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പരിചരണങ്ങളായിരുന്നു ഭർത്താവിൻ്റെ പുറകെ നടന്ന് ആദ്യം. അപ്പോൾ ഭർത്താവ് വിചാരിച്ചത് ഒരു ചേച്ചി അത്രയുള്ളെന്ന്. പിന്നീട് ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവർ ഉച്ചയ്ക്കും മറ്റും മുറിയിലേക്ക് ചെല്ലും. ഇവരുടെ കൈകൾ ഇഴഞ്ഞു കയറും. ചെറിയ പ്രായമല്ലേ. ഭർത്താവിന് ഇവരെ ആദ്യം പേടിയൊക്കെയായിരുന്നു. കാരണം മോഹം പൂണ്ട് ചെന്ന് പാമ്പിനെ മാളത്ത് നിന്ന് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ചേച്ചിക്ക്. എങ്കിലും ഇളം പ്രായമാണ്. പിന്നെ അന്നെൻ്റെ ഭർത്താവിനെ വീട്ടുകാർ പൊത്തി വളർത്തിരുന്നത്രേ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നാണ് കഥയിൽ പറഞ്ഞത്. ഉള്ളതാണോന്ന് അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർ കടന്നു ചെന്നു. ആ പ്രായത്തിൽ ഇഷ്ടവും പേടിയുമൊക്കെ ഒരുമിച്ച് വരുമല്ലോ. ചേച്ചിയാണെങ്കിൽ മോനെ സ്നേഹിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ ഭർത്താവ് അത് ആസ്വദിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം ചേച്ചി നാദസ്വരം മാത്രം വായിച്ച് സംഗീതാർച്ചന നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു അത്രേ. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത്തിരി വയ്യാതായപ്പോൾ വീടിൻ്റെ കൺട്രോൾ കിട്ടിയല്ലോ. ചേച്ചി അപ്പോൾ അടവ് നയം മാറ്റിയെടുത്തു. സ്വന്തം ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിലേക്ക്, മോനെ കുട്ടാ, ചേച്ചിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഒരേ ഒരു പുരുഷൻ നീയാടാ. ഇത്രയും സൗന്ദര്യം ഒരു പുരുഷനുണ്ടാകുന്നത് വലിയ കുഴപ്പമാണ്. ഏതൊരു സ്ത്രീയും മോഹിക്കും, മറ്റാരെയും മോഹിക്കല്ലേ. ചേച്ചിക്ക് വേണ്ടി മാത്രം മോഹം മോൻ നിലനിർത്തണടാ ചക്കരെ. പിന്നെ കുഴൽക്കുണർ കുഴിക്കാൻ മോൻ അറിയില്ലായിരിക്കാം, പക്ഷേ മോനെ കുഴിച്ചു പോകുമ്പോഴല്ലേ തെളിനീര് കിട്ടും. എത്ര പേർക്ക് തെളിനീര് ഉപകാരപ്പെടുമെന്നറിയാമോ? ഒത്തിരി പേർക്കൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിൽ ചേച്ചിക്ക് ഉപകാരപ്പെടും കുട്ട എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വലിയ ട്രെയിനിങ് സെഷൻ തന്നെ ആ വീട്ടിൽ നടത്തിയത്രേ. പിന്നീട് അച്ഛനും അമ്മയും കൂടെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം ചെയ്തു. പക്ഷേ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചേച്ചി ഒരു പരീക്ഷണം നടത്തിയത്രേ. ചേച്ചി നോർമലായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അടുത്ത ഒരു ലെവലിലേക്ക് കടന്നു. മാമലകൾക്ക് മുകളിലേറി തട്ടുതട്ടായി താഴേക്ക് പതിച്ച് ഒഴുകുന്ന ഒരു കുളിരരുവിയായി മാറി ചേച്ചി. പക്ഷേ അതിൻ്റെ ഫലമായി എൻ്റെ ചേട്ടന് ചെറിയ രീതിയിലുള്ള ഒരു സർജറി വേണ്ടി വന്നു. ഒന്ന് റിമൂവ് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന കല്യാണം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടായതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് പണ്ട് ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പോൾ ഡോക്ടർമാർ സർജറിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് വെടിപ്പായി വെച്ചതാണെന്ന്. അത് ഞാൻ സത്യമാണെന്ന് ഓർത്തു. പക്ഷേ സംഭവം ഇതിൻ്റെ പരിണിത ഫലമാണെന്ന് ഇപ്പോൾ കഥ പറഞ്ഞപ്പോഴാണ് മനസ്സിലായതും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ദേഷ്യമായി. ഭർത്താവ് എന്നോട് ഒത്തിരി മാപ്പ് ചോദിച്ചു. അവർ ഇങ്ങനെ ആക്റ്റീവായിരുന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. വിവാഹം കഴിക്കണമെന്നില്ലായിരുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകാനായിരുന്നു പ്ലാന്. അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചപ്പോഴാണ് എന്നെ കാണാൻ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ തീരുമാനമെടുത്താണ് ഇനി ഇങ്ങനെയുള്ള അലുകൾക്കൊന്നുമില്ലെന്ന്. വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് പറഞ്ഞ് സെറ്റിൽ ചെയ്താണ്. ഇനി അവർ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാനല്ലാതെ ആരും മനസ്സിലില്ല എന്ന ഭർത്താവ് സത്യം ചെയ്ത് പറഞ്ഞു മാഡം. പക്ഷേ എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞതിൽ പിന്നെ പൂർണ്ണമായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആ സ്ത്രീയോട് എനിക്കൊട്ടും താല്പര്യം തോന്നിയിട്ടില്ല, ഒരു ഇമ്പ്രഷൻ തോന്നിയിട്ടില്ല. അവരുമായി സഹകരിച്ച ഭർത്താവ് സുന്ദരനാണെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു അറപ്പ് വെറുപ്പൊക്കെ തോന്നുന്നു മാഡം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് ഭയങ്കര ബിസിയാണ്, അവരെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങാട് നിൽക്കുന്ന ആളല്ലേ. ഭർത്താവ് പറഞ്ഞത് അവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കുത്സലം കാണിച്ച് അവിടെ ജീവിച്ചോളും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവർ തമ്മിൽ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. കാര്യം ഭർത്താവ്
ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാലും എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് മാഡം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ മൈൻഡ് സെറ്റപ്പ് എങ്ങനെയാണ് മാറ്റിയെടുക്കാമെന്ന് എനിക്കൊരു പിടിയുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സൗന്ദര്യമുള്ളൊരു ഭർത്താവിനെ ആരാധിക്കുന്ന ഒരു സ്ത്രീ, നിങ്ങൾക്ക് അത് വലിയൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒട്ടും സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെയാണ് ഇത്രയും സുന്ദര ഒരു പുരുഷനെ ഇത്രയും ആക്റ്റീവായിട്ട് സ്വന്തം കൈക്കുമ്പിളിൽ ഒളിപ്പിച്ചിങ്ങനെ നിർത്തിയത് എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും വലിയൊരു അത്ഭുതം തോന്നിയേക്കാം. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി കിട്ടുന്ന അനുഭവം, അതിപ്പോൾ സൗന്ദര്യം നോക്കിയിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ടൊരു അറ്റാച്ച്മെൻറ്റ് കാണും. പിന്നെ അവരുമായിട്ട് ദീർഘകാല ബന്ധമുണ്ടായിരുന്നതാണ്. അതിനെ നമുക്ക് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം പുള്ളി സമ്മതിച്ചതാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഒരു ഹൃദയടുപ്പം ഉണ്ടാകും. എങ്കിലും ജീവിതം എന്ന് പറയുന്നത് വേറെ രീതിയിലാണല്ലോ. അപ്പോൾ ഭാര്യയെ തന്നെ സ്നേഹിച്ചോളാമെന്ന് പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പുള്ളി തെറ്റുകളേറ്റ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ ആ മനുഷ്യൻ അയാൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർത്ത് ഇത്രയും മനസ്സ് പുണ്ണാക്കേണ്ട കാര്യമില്ല. ഭർത്താവിനോട് ക്ഷമിക്കാം. കാര്യം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കാണും. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഉണ്ടാകാം, ചിലർക്ക് ഉണ്ടാകില്ല. പക്ഷേ ഭൂരിപക്ഷം പേർക്കും കല്യാണത്തിന് മുമ്പ് പാർട്ട്നേഴ്സൊക്കെ ഇല്ലേ. പിന്നെ ആ സ്ത്രീ ആ വീട്ടിലുള്ളതും അവിടെ എപ്പോഴും അവരുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടാകും. ഇനി എപ്പോൾ വേണമെങ്കിലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാമല്ലോ എന്ന്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഉള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് മാനേജ് ചെയ്ത് ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഭർത്താവിനോട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാതെ ഈ ഒരു കാര്യത്തിന് ഭർത്താവിനോട് പിണങ്ങി അയാളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും ഒക്കെ പോയെന്ന് പറഞ്ഞത് ഇത്തിരി ഒരു മോശമായ കാര്യമല്ലേ? അദ്ദേഹം എല്ലാം തുറന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. ആദ്യം ഇത് തോന്നുമെങ്കിലും പതുക്കെ പതുക്കെ അത് കുറയും. അപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുക. നല്ല രീതിയിൽ പോകുന്ന ഭർത്താവാണെങ്കിൽ ആ തെറ്റ് ക്ഷമിക്കാം. എനിക്ക് തോന്നുന്നു സുന്ദരനായ ഒരു ഭർത്താവ് അത്ര സുന്ദരിയല്ലാത്ത ഒരു വേലക്കാരിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അറപ്പിങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ള രീതിയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം തോന്നും. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇതൊന്നും അങ്ങനെ സൗന്ദര്യം നോക്കിയിട്ടല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിങ്ങളൊന്ന് തെരുവിൽ പോയി നിൽക്കുക. അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് അത്ര സൗന്ദര്യമൊന്നും കാണില്ല. പക്ഷേ അവരെ കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ, യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ആണും പെണ്ണും ഒക്കെ കാണുന്നുണ്ടാകും അത്തരം കാര്യങ്ങൾ. ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോഴേക്കും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൊക്കെയുള്ള ആൾക്കാരാണ് വലിയ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് തിരുത്തി വന്ന ഭർത്താവിനെ നിങ്ങൾ കൂടുതൽ വെറുപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ ആ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുക. പിന്നെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ അതിനുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭർത്താവ് ഭയങ്കര ബിസിയാണല്ലോ. അപ്പോൾ അത് ഓക്കെ, പുള്ളി അങ്ങ് മാനേജ് ചെയ്യും. അവരെ എന്തെങ്കിലുമൊക്കെ മൂക്ക് മുന്നിൽ കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ജീവിതം എന്ന് പറയുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആണല്ലോ. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. തുറന്ന് പറഞ്ഞ ഒരാളെ നമുക്കൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ.